ഹായ് ഓൾ. മലയാറ്റൂർ എന്ന് പറഞ്ഞത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും എനിക്കൊരുപാട് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് മലയാറ്റൂർ, ഇല്ലിത്തോട്, മഹാഗണിത്തോട്ടം, ആ ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വർക്ക് നടക്കുന്നത് ശരിക്കും ഇല്ലിത്തോട് മഹാഗണിത്തോട്ടത്തിനടുത്ത് തന്നെയുള്ളൊരു റബ്ബർ എസ്റ്റേറ്റിലാണ് വർക്ക് നടക്കുന്നത്. ആ കാണുന്നത് നമ്മുടെ മലയാറ്റൂർ മല, നമ്മൾ അടിവാരം ആണിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം അടിവാരമാണ്. അവിടെ നിന്ന് മലയാറ്റൂർ പള്ളിയിലേക്ക് കയറുന്ന ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഇവിടെ എപ്പോഴും അത്യാവശ്യം വിനോദസഞ്ചാരികളൊക്കെ വരുന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ എപ്പോഴും കടകളും തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് മഹാഗണിത്തോട്ടത്തിലേക്ക് ഒരു 10 കിലോമീറ്റർ ഉള്ളത്. പിന്നീടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് യാത്ര, ഓഫ് റോഡ് ഫീൽ കിട്ടുന്ന ഒരു യാത്രയാണ്. ഫുള്ള് കൽപ്പൊടിയുടെ റോഡാണ്. അത് ഈ 2-3 റബ്ബർ എസ്റ്റേറ്റുകളുണ്ട് അവിടെ. അതിൻ്റെ അകത്തേക്ക് പോകാനുള്ള വഴികൾ മാത്രമേ ഉള്ളൂ. പോവും, വലിയ വണ്ടികളൊക്കെ പോകുമെങ്കിലും ഈ റോഡ് അത്ര നല്ലതല്ല. ഇപ്പോൾ മഴ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പെയ്ത നല്ല മഴ അങ്ങനെ ആയതുകൊണ്ടിട്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ എൻ്റെ വീഡിയോഗ്രാഫർ നന്നായിട്ട് വീഡിയോ പകർത്തിയിട്ടില്ല. ആളുടെ കോൺസെൻട്രേഷൻ ഫുള്ള് മിററിലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് പുറത്തെ വീഡിയോനെക്കാട്ടും കൂടുതൽ മിറർ വീഡിയോ ആണ് കിട്ടിയിരിക്കുന്നത്. എന്നിരുന്നാലും പുള്ളീനെ കൊണ്ടാവുന്ന പോലെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ജസ്റ്റ് ആ റോഡുകൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. നമ്മുടെ ഇവിടെ മലയാറ്റൂർ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലുള്ള സ്ഥലമുണ്ട്. മഹാഗണിത്തോട്ടത്തിന് തൊട്ടടുത്താണ്, ഏകദേശം ഒരു 2 കിലോമീറ്റർ മുമ്പ് എന്തോ ആണ്. അത്യാവശ്യം ആന, ഇപ്പോൾ മലയാറ്റൂർ ആനശല്യം, കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്ന ശല്യമൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അവിടെ അതേപോലെ തന്നെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ, മലയാറ്റൂർ എപ്പോഴും പോകാറുള്ളവർക്കൊക്കെ അറിയാം, അവിടെ എപ്പോഴും ഇലക്ട്രിക്കൽ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. ആനശല്യം നല്ലോണമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് ഈ നമ്മൾ ഏകദേശം ആ പ്ലോട്ടിനടുത്തേക്ക് എത്തിയിരുന്നു. അപ്പം മഴയുടെ ഇതാണ് ആ റോട്ടിൽ ചെളിയും ഇതൊക്കെ കാണുന്നത്. നമുക്ക് മഴയില്ലാതിരുന്ന ദിവസമാണ് നമുക്കത് തീർക്കാൻ പറ്റുള്ളൂ. എന്നാലും അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പം ഇനി ഇവിടെ നിന്ന് നമ്മളൊരു ചെറിയൊരു നടപ്പുഴയാണ് അങ്ങോട്ടുള്ളത്. ആ നടപ്പുഴയുടെ ഇടയിൽ കൂടി എടുത്താലാണ് നമുക്ക് ഈസി ആയിട്ട് ആ ചെളിയിലും ഇതിൽ നിന്നും പെടാതെ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്തത് വേറൊന്നിനുമല്ല, നമ്മൾ ഈ എപ്പോഴും ഈ എക്കോ ഫ്രണ്ട്ലി, പ്രകൃതി സൗഹാർദ്ദം ഇതൊക്കെ പറയുന്നതുകൊണ്ടിട്ട് ജസ്റ്റ് ആ നേച്ചറിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ള് വീഡിയോ, ട്രാവലിംഗ് വീഡിയോയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഈ വഴി അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഗേറ്റായി. അപ്പോൾ ഇത് നടന്നു പോകുന്ന വഴിയാണ്. അപ്പുറത്തെ വഴിയിൽ ചെളിയായതുകൊണ്ട് നമ്മൾ ഒരു ഷോർട്ട് കട്ട് എടുത്തതാണ്. നേരെ കാണുന്ന ഗേറ്റാണ് എസ്റ്റേറ്റ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഗേറ്റ് തുറന്ന് വണ്ടി കയറ്റിയിട്ട് കുറച്ച് അവരെ കോമ്പൗണ്ടിൽ കൂടിയുള്ള യാത്രയാണ്. കോമ്പൗണ്ടിൽ ഒരുപാട് ജാതി മരങ്ങളും നല്ല ഒരുപാട് തെങ്ങ്, കവുങ്ങ്, കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ്, പേരമരം, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ജാതിക്കയും റബ്ബറുമാണ് ഇവിടെയൊക്കെ കൂടുതലുള്ള മരങ്ങളിൽ. എപ്പോഴും ഇങ്ങനെയുള്ള എസ്റ്റേറ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ജാതി മരമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, നല്ലൊരു കൂളിംഗ് ആയിരിക്കും ആ പ്രദേശത്തൊക്കെ. നമുക്ക് ബ്രീത്തിങ് തന്നെ നല്ലൊരു കുളിർമയുള്ള ബ്രീത്തിങ് ആയിരിക്കും ആ പ്രദേശത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുല്ല് വെട്ടാൻ, അതായത് റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഇടയ്ക്ക് അവർക്ക് റബ്ബർ വെട്ടാനുള്ള അസൗകര്യത്തിൽ നിൽക്കുന്ന പുല്ലുകൾ വെട്ടിക്കൊടുക്കലാണ് നമ്മുടെ ജോലി. അപ്പോൾ ഏകദേശം ഒരു 2 ഏക്കറോളം പറമ്പുണ്ട്. ഇത് ഈ കാണുന്നതാണ് നമ്മൾ പണി ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ. ഏകദേശം ഇത്രയും പൊക്കത്തിൽ പുല്ലുണ്ട്. 2 ഏക്കറിന് മേലെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. നമ്മളിതൊന്നും കറക്റ്റ് മെഷർമെൻ്റ് അളന്നിട്ടല്ല, അവർ പറയുന്നതാണ് ഇത്ര ഏക്കറിലാണ് റബ്ബർ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഐഡിയയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിനി ക്ലീൻ ചെയ്ത് ഇതാകേണ്ടത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു പകുതി ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പകുതിയിൽ ഇടതുവശത്തേക്കുള്ള പകുതി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ഒരു സംഭവം നോട്ടീസ് ചെയ്തത്. എപ്പോഴും മെഷീൻ്റെ ശബ്ദത്തിനിടക്കും ഒരു വെള്ളം ഒഴുകുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വരുന്ന, പുഴയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ചാല് വെട്ടിക്കീറി ഒരു നല്ല അടിപൊളി ഒരു വെള്ളച്ചാല് ഇതിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്ക് ലഞ്ചിൻ്റെ സമയത്തൊക്കെ അതിനകത്ത് ഇറങ്ങി കൈകാലൊക്കെ കഴുകിയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. നല്ല തണുപ്പും നല്ല ഇതൊക്കെയുള്ള വെള്ളമായിരുന്നു അത്. അപ്പോൾ ഇത്
കൂടി നിങ്ങളെ കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ പുതിയ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.